ഭക്തിയുടെ നിറവിൽ സന്നിധാനം മകരവിളക്കും മകരജ്യോതിയും തൊഴാനായി ലക്ഷങ്ങളാണ് സന്നിധാനത്ത് കാത്തുനിൽക്കുന്നത്. സന്ധ്യയ്ക്ക് 6:30-യോടെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. സന്നിധാനത്തെ കാഴ്ചകൾ തത്സമയം എത്തിക്കാൻ ജനം ടിവിയും സജ്ജമായിട്ടുണ്ട്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ, മിഥുൻ അയ്യപ്പൻ എന്നിവർ ചേരുന്നുണ്ട്. ശരൺകുത്തിയിൽ നിന്നും പമ്പയിൽ നിന്നും പുല്ലുമേടിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം സന്നിധാനത്തേക്കാണ്. സന്നിധാനത്ത് അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനുമുണ്ട്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തജന ലക്ഷങ്ങൾ ആ പുണ്യ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് മകരവിളക്കിനോടനുബന്ധിച്ച് ദേവസ്വം ബോർഡും പോലീസും എല്ലാം സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും ഒരേ ഒരു കാത്തിരിപ്പ് മാത്രം, സർവാഭരണ വിഭൂഷിതനായ സ്വാമി അയ്യപ്പനെ തൊഴുക എന്നുള്ള ഒരേ ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഭക്തർക്കുള്ളത്. അതോടൊപ്പം തന്നെ മകരജ്യോതിയും മകരവിളക്കും കണ്ട് സായുജ്യമടയുക എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക്, മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഒരു വലിയ ഭക്തജന തിരക്ക്, കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മകരജ്യോതിയും മകരവിളക്കും എല്ലാം കാണുന്ന എല്ലായിടങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള തീർത്ഥാടകർ ഇവിടെ എത്തി പർണശാലകൾ കെട്ടി തീർത്ഥാടക സംഘങ്ങളായി തിരിഞ്ഞ് നാമജപിച്ച് അയ്യനെ കാണുക, അയ്യനെ തിരുവാഭരണ വിഭൂഷണായ അയ്യനെ കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ അവരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയ്യൻ്റെ പൂങ്കാവനത്തിലെ തെളിയുന്ന, അയ്യൻ്റെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരവിളക്കൊന്ന് കാണുക, ആ ദർശന സായുജ്യമടയുക, അതാണ് ഇനിയുള്ള തീർത്ഥാടകരുടെയുള്ള ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ്, മാസങ്ങൾ നീണ്ട വ്രതശുദ്ധി, ആ ഒരു വ്രതശുദ്ധിക്കൊടുവിൽ കിലോമീറ്ററുകൾ താണ്ടി ദേശങ്ങൾക്ക് അപ്പുറത്തെ നിന്നും വ്രതശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ശബരീശ മന്ത്രജപവുമായി എല്ലാം തന്നെ തീർത്ഥാടകരെത്തിയിരിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് കർശനമായ ഒരു നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകരെ ആരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒഴിഞ്ഞ നടപ്പന്തൽ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എത്തിയ തീർത്ഥാടകരൊന്നും തന്നെ ഈ സന്നിധിയിൽ നിന്നും തിരികെ പോയിട്ടില്ല. മകരവിളക്കും മകരജ്യോതിയും എല്ലാം കാണാവുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകർ തമ്പടിച്ചിരിക്കുകയാണ്. ആ മകരവിളക്കൊന്ന് കാണുക, മകരജ്യോതി ഒന്ന് കാണുക, ആ ദിവ്യ ദർശനം ഹൃദയത്തിലേക്ക് ആവാഹിച്ച് വരും വർഷങ്ങളിലേക്കുള്ള ഊർജമായി മുന്നോട്ട് പോകുക, അതുതന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്ന ഓരോ ഭക്തന്റെ മനസ്സിലും പറയുന്നത്. ഭക്തിയോടെ, വിശ്വാസത്തോടെ, ആചാരത്തോടെ, ഐതിഹ്യ പെരുമയോടെ എല്ലാം ഇഴപിരിഞ്ഞുകൊണ്ട് ഭക്തിയും വിശ്വാസവും എല്ലാം തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടെ തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ പുണ്യസന്നിധിയിൽ കാത്തിരിക്കുകയാണ്, ഈ കാനന ക്ഷേത്രത്തിൽ കാത്തിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിലുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് അയ്യപ്പനെന്ന് ഒരേ ഒരു ലക്ഷ്യത്തോടെ, അയ്യപ്പനെന്ന ഒരേ ഒരു വിശ്വാസത്തോടെ, സ്വാമി അയ്യപ്പൻ്റെ ദർശനം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ അവരെല്ലാം ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. പന്തളത്തു നിന്നും കൊടുത്തയച്ച ആ ഒരു തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തുന്ന ആ അസുലഭമായ ഒരു നിമിഷത്തേക്ക് കാത്തിരിക്കുകയാണ് തീർത്ഥാടകരെല്ലാം തന്നെ. വരുന്ന വഴികളിലെല്ലാം തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു തിരുവാഭരണം കണ്ട് ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം തിരുവാഭരണ വിഭൂഷിതനായ കലിയുഗവരദനെ, വില്ലാളി വീരനെ, വീരമണികണ്ഠനെ, കാനനവാസനായ അയ്യപ്പസ്വാമിയെ ഒന്ന് കാണുക എന്നുള്ള ഒരേ ലക്ഷ്യം മാത്രം ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നു. വിപുലമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ഒക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഉൾക്കാട്ടിലടക്കം, അയ്യൻ്റെ പൂങ്കാവനത്തിൽ ഉൾക്കാട്ടിലടക്കം തീർത്ഥാടകർ നിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. മകരജ്യോതിയും മകരവിളക്കും എല്ലാം കാണാവുന്ന ഇടങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിബിഡമായി കഴിഞ്ഞിരിക്കുകയാണ്. 6 മണിയോടെ ശരംകുത്തിയിലേക്ക് ഈ പന്തളത്ത് നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര എത്തും. ഇവിടെ നിന്നും ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചേർന്ന സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം പ്രൗഢിയോടെ ഈ സന്നിധിയിലേക്ക് ആനയിക്കും. ഇതിനുശേഷം 6:30-യോടെയാണ് സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ 2 മാസം നീണ്ട തീർത്ഥാടന കാലത്തെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ആ ഒരു ചടങ്ങ് നടക്കുക. സർവാഭരണ വിഭൂഷിതനായ, വില്ലാളി വീരനായ,
വീരമണികണ്ഠനായ പന്തള രാജകുമാരനായ തങ്കശോഭയിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ ഒരു നിമിഷം ഒന്ന് കാണുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ അവരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. ഈ ദീപാരാധനയ്ക്ക് ശേഷമാണ് അങ്ങ് പൊന്നമ്പലമേട്ടിൽ അയ്യൻ്റെ പൂങ്കാവനത്തിൽ ഈ ഒരു മകര വിളക്ക് തെളിയുക. മാനത്ത് തെളിയുന്ന മകരജ്യോതിയും കണ്ട് വ്രതശുദ്ധിയോടെ പ്രാർത്ഥനയോടെ തൻ്റെ ഈ ഒരു വർഷത്തെ മുഴുവൻ ഊർജവും ആവാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ ഭക്തനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ ശുചീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിവിധ സേനാ വിഭാഗങ്ങളും. അതോടൊപ്പം തന്നെ സുരക്ഷയൊരുക്കി പോലീസും എല്ലാം തന്നെ 3-4 ലക്ഷം തീർത്ഥാടകർ ഈ മകരവിളക്ക് മകരജ്യോതി ദർശിക്കാനായി ആഭരണ വിഭൂഷിതനായ പന്തള രാജകുമാരനെ കാണാനായി ഈ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. ഉൾവനത്തിലടക്കം തീർത്ഥാടകരെ കൊണ്ട് നിബിഡമാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രതീക്ഷിച്ചതിലും എത്രയോ അധികം തീർത്ഥാടകർ ഇവിടെ എത്തിയിരിക്കുന്നു. വലിയ നിയന്ത്രണങ്ങൾ മുൻ വർഷങ്ങളിലേനുപരിയായി വലിയ നിയന്ത്രണങ്ങൾ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ സന്നിധാനത്ത് ഒരുക്കിയിരുന്നു. ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും തീർത്ഥാടകരുടെ ഒരു തിരക്കിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയില്ല എങ്കിൽ പോലും ഭക്തരെ സന്നിധാനത്തു നിന്നും അകറ്റുന്ന ഒരുപാട് ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടേക്ക് ഒരു തരത്തിലും തീർത്ഥാടകരുടെ ഒരു വരവിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഓരോ ദിവസവും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തീർത്ഥാടകരുടെ എണ്ണത്തിനൊപ്പം വരുമാനത്തിലും റെക്കോർഡ് വരുമാനത്തിലേക്ക് സന്നിധാനം പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്ങും ശബരീശ മന്ത്രം മാത്രം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ഒരു വിളികൾ മാത്രം നിറഞ്ഞ ഒരു അന്തരീക്ഷം. മകരവിളക്കും മകരജ്യോതിയും കാണുക, തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ ഒന്ന് കാണുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടെ തീർത്ഥാടക ലക്ഷങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ആ ഒരു പുണ്യ നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലായിടങ്ങളിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കടുത്ത നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങൾ പോലീസിനും ഉണ്ടായിരിക്കുന്നു. ഇനിയും തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തി അയക്കുക.